വളരെയധികം സന്തോഷം തോന്നിയ നിമിഷം, നമ്മുടെ നിയമത്തോടും നീതിന്യായ വ്യവസ്ഥയോടും അഭിമാനം തോന്നിയ നിമിഷം. ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന, ഒരച്ഛന്റെയും അമ്മയുടെയും തങ്കക്കുടമായിരുന്ന ദീപക് എന്ന സഹോദരനെ റീച്ചിനു വേണ്ടി ഇല്ലാക്കഥകൾ പറഞ്ഞ് മരണത്തിലേക്ക് പറഞ്ഞുവിട്ട സ്ത്രീ സമൂഹത്തിന് മുഴുവനും അപമാനമായ ഷിംജിത എന്ന പേരുള്ള ഒരു പിശാചിനെ നമുക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഇന്ന് യാതൊരുവിധ കൂസലുമില്ലാതെ താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മിടുക്കിയും ബുദ്ധിമതിയും എന്ന ഭാവത്തിൽ മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് ഇതുപോലെ ഒരു കൂസലുമില്ലാതെ പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ നിയമവും നീതിന്യായ വ്യവസ്ഥയും ആണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ നിയമത്തോടും നീതിന്യായ വ്യവസ്ഥയോടും അഭിമാനം തോന്നുകയാണ്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. കണ്ടിട്ടാ അടിപൊളി, ഒരു രക്ഷയില്ല. എപ്പോഴത്തെ പോലെ തന്നെ ദൃശ്യം ക്ലൈമാക്സ് കാണുമ്പോഴേക്ക് നമ്മളെ ഞെട്ടിച്ചളിയുന്നുണ്ടല്ലേ യാസി? ഇങ്ങനെയുണ്ട്. ഓ പൊളിച്ച്. ഫസ്റ്റ് കാണുന്ന നേരം കുറച്ച് ലാഗ് പോലെ തോന്നുന്നുണ്ടേ ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫ് മുതൽ ഇങ്ങനെ ത്രില്ലിൽ കൊണ്ടിട്ട് ക്ലൈമാക്സ് ആണ് ഞെട്ടിച്ച് കളയുന്നുണ്ട്. എന്തായാലും ഫോറിനുള്ള സ്കോപ്പും കൂടെ വെച്ചിട്ടാണ് പോയത്. ഇതൊരു സീരീസ് ആക്കിയത് റിക്വസ്റ്റ് ഉണ്ട്. എങ്ങനെ വന്നാലും 3 പൊളിച്ച്. ഫസ്റ്റിനെയും സെക്കൻഡിനെയും പോലെ തന്നെ അതിന്റെ അപ്പുറത്ത് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് പൊളി. ഇതാണ് അവസ്ഥ. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മരണത്തിന് ഉത്തരവാദിയായ ക്രിമിനൽ മനോഭാവമുള്ള ഇവള് ദൃശ്യം 3 കണ്ടതിന്റെ ആവേശത്തിൽ വന്ന് റിവ്യൂ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് പരസ്പരം ദേഷ്യവും വൈരാഗ്യമുള്ളവരും അവരവരുടെ ദേഷ്യവും വൈരാഗ്യവും തീർക്കുന്നത്. കാരണം എത്ര വലിയ ക്രൂരകൃത്യം ചെയ്താലും നമ്മുടെ നിയമം അവരെ വെറുതെ വിടും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. അതിന്റെ തെളിവാണ് ഇപ്പോൾ കണ്ട വീഡിയോ. എന്തെങ്കിലും ഒരു സങ്കടമോ കുറ്റബോധമോ ആ മുഖത്തുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഇതുപോലുള്ള ക്രിമിനലുകളെയും കൊലപാതകളെയും സംരക്ഷിക്കാൻ നമ്മുടെ നേതാക്കന്മാർ ഉള്ള കാലത്തോളം അവർക്ക് കുറ്റബോധം ഉണ്ടാവേണ്ട യാതൊരുവിധ കാര്യവും ഇല്ലല്ലോ. നമ്മുടെ നിയമം ശരിയല്ലാത്ത കാലത്തോളം ഇതുപോലുള്ള ക്രിമിനലുകളെ കൈകാര്യം ചെയ്യേണ്ടത് നാട്ടിലുള്ള ജനങ്ങളായിരിക്കണം. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തെറിഞ്ഞിട്ട് അവൾ ഇവിടെ വന്ന് ഉല്ലസിക്കുന്നു. നീ പുഴുത്തു ചാകുന്നത് കേരള മക്കൾ ഉടൻ തന്നെ കണ്ടിരിക്കും.